അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എ4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2025 USS എക്സാം വരും മാസങ്ങളിലായിക്കൊണ്ട് നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്നതിന് വേണ്ടിയിട്ട് മുൻ വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ വന്നിട്ടുള്ള ഒന്നാം ഭാഷ അറബിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ടീച്ചർ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 അഥവാ കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ടീച്ചർ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇവിടെ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആകെ 15 ചോദ്യങ്ങളായിരിക്കും ഒന്നാം ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും കുട്ടികൾ ഉത്തരം എഴുതേണ്ടതാണ്. അഥവാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ ഭാഷയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള 15 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതാണ് എന്നാണ് നിർദ്ദേശത്തിൽ കൊടുത്തിട്ടുള്ളത്. പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് നിർദ്ദേശം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇഖ്തർ അൽ ഇജാബത്ത് സ്വഹീഹ, ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുവാനാണ്. താഴെ കൊടുത്ത ഓപ്ഷനുകളിൽ അവിടെ കൊടുത്തിട്ടുള്ള ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുവാനാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അഥവാ അവിടെ ഒരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ ഖാമത്തി സ്സാഅത്തു വഫീ യദി അഹദികും ഫസീലത്തുൻ ഫൈൻ ഇസ്തതാഅ അല്ലാ തഖൂമ സ്സാഅത്തു ഹത്താ യഉറുസുഹാ ഫൽയഫ്അൽ. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഹദീസ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നോക്കൂ. ഇൻ ഖാമത്തി സ്സാഅത്തു, അസ്സാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ് കേട്ടോ. ഖിയാമത്ത് നാൾ ആവാറാവുക, അതിനോടടുക്കുന്ന സമയത്ത്, ഖിയാമത്ത് നാളിൻ്റെ ആ ഒരു സമയത്ത് വഫീ യദി അഹദികും ഫസീലത്തുൻ, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ഫസീലത്ത് ഉണ്ട് എങ്കിൽ, ഒരു തൈ ഉണ്ട് എങ്കിൽ, ഫൈൻ ഇസ്തതാഅ, എന്നിട്ട് അവന് സാധിക്കുമെങ്കിൽ, അല്ലാ തഖൂമ സ്സാഅത്തു, ആ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട്, ഹത്താ യഉറുസുഹ, അത് നട്ടുപിടിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ, ഫൽയഫ്അൽ, അപ്പോൾ അവൻ അത് പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ ഇതാണ് ഒരു ഹദീസ് എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ കയ്യിൽ തൈയുണ്ട്, അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കാനിരിക്കുകയാണ്, പക്ഷെ അവനത് നട്ടുപിടിപ്പിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നില്ല എങ്കിൽ ആ ഒരു സമയം കൊണ്ട് അവൻ അത് നട്ടുപിടിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹദീസ് എന്താണെന്ന് വെച്ചാൽ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ മനുഷ്യരെന്താണ് മടി പിടിച്ചിരിക്കാതെ ജോലികൾ ചെയ്ത് കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൊരു ഹദീസാണിത്. ഇനി ഈ ഒരു ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ കൊടുത്ത ചോദ്യം നോക്കൂ. മഅന ഇൻ ഖാമത്തി സ്സാഅത്തു, ഈ ഒരു ഹദീസിലെ ഇൻ ഖാമത്തി സ്സാഅത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. നോക്കൂ. ഇദാ ഖറുബൽ വഖ്തു, സമയം അടുത്താൽ, അതുപോലെ ഹാന യോമുൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ, അത് ആവാറായാൽ, താഖറ അനിൽ വക്തി, സമയത്തെ തൊട്ട് എന്താണ് വൈകിപ്പോവുക, ലേറ്റായി പോവുക, ലോ അത്തിസാഅത്തു, വാച്ച് നഷ്ടപ്പെട്ടു പോവുക. ഏതായിരിക്കും ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? നമുക്ക് ആ ഒരു ഹദീസിൻ്റെ ആശയം മനസ്സിലായത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഓപ്ഷൻ ബി അല്ലെ, ഹാന യോമുൽ ഖിയാമ, അതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. താമലു ഫിൽ മദ്രസത്തി, സ്കൂളിൽ ജോലി ചെയ്യുന്നു, ഡാഷ് ഹംസ അഷറത്ത മുഅല്ലിമത്തുൻ, അതുപോലെ ഹംസത്ത അഷറത്ത മുഅല്ലിമത്തുൻ, ഹംസ അഷറ മുഅല്ലിമത്തുൻ, ഹംസത്ത അഷറ മുഅല്ലിമത്തുൻ. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതായിരിക്കും ശരിയായിട്ട് വരുന്നത് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ അർത്ഥം നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. സ്കൂളിൽ 15 അധ്യാപികമാർ ജോലി ചെയ്യുന്നു എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് എന്ന് നോക്കൂ. ഇവിടെ ഓപ്ഷൻ എ ഹംസ അഷറത്ത മുഅല്ലിമത്തുൻ എന്നാണ് പറയാം കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതതും മൗദൂദും അല്ലെ, എണ്ണവും അതുപോലെ തന്നെ എണ്ണപ്പെടുന്ന വസ്തു. അപ്പോൾ ഇവിടെ 15 എന്നാവുന്ന സമയത്ത് ഇവിടെ മുഅല്ലിമത്ത്, എണ്ണപ്പെടുന്ന വസ്തു അഥവാ മൗദൂദ് എന്ന് പറയുന്നത് ഇവിടെ മുഅല്ലിമത്താണ്, അത് സ്ത്രീലിംഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ 2 ഭാഗം വരുന്ന എണ്ണം പറയുന്ന സമയത്ത്, അഥവാ ഹംസ അഷറത്ത എന്ന് കണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എണ്ണം പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മൗദൂദ് സ്ത്രീലിംഗമാണ് എങ്കിൽ, അഥവാ എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ, അവിടെ ആ ഒരു എണ്ണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അഥവാ ആ ഒരു മൗദൂദിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗം അതും സ്ത്രീലിംഗമായിരിക്കും.
ഇപ്പോൾ ഇവിടെ നോക്കൂ ഹംസ അഷറത്ത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഹംസ അഷറത്ത എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? മുഅല്ലിമത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് അവിടെ ഹംസ അഷറത്ത എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മുഅല്ലിമാണ് എങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? അവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഹംസത്ത അഷറ എന്നാ പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഹംസത്ത അഷറ. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ആ എണ്ണപ്പെടുന്ന വസ്തു അഥവാ അവിടെ മൗദൂദ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ടൊപ്പം നിൽക്കുന്നത് അത് ആ ഒരു മൗദൂദ് സ്ത്രീലിംഗമാണ് എങ്കിൽ തൊട്ടപ്പുറത്ത് വരുന്നതിനെ സ്ത്രീലിംഗമാക്കുക. മൗദൂദ് പുല്ലിംഗമാണ് എങ്കിൽ തൊട്ടപ്പുറത്തുള്ളത് പുല്ലിംഗമാക്കുക. ആ രീതിയിലാണ് നമ്മളവിടെ ആ ഒരു എണ്ണം പറയേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഹംസ അഷറത്ത മുഅല്ലിമത്തുൻ എന്ന് പറയുന്നത്. തഅമലു ഫിൽ മദ്രസത്തി ഹംസ അഷറത്ത മുഅല്ലിമത്തുൻ എന്നാണ് വരിക. മൂന്നാമത്തെ ചോദ്യം നോക്കാം. സഅലൽ മുഅല്ലിമു, അധ്യാപകൻ ചോദിച്ചു, ഹൽ അൻത തഖൂമു ബിറിയാദത്തിൽ ബദനിയ കുല്ല യൗം, നീ എല്ലാ ദിവസവും ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യാറുണ്ടോ എന്നാണ് അധ്യാപകൻ ചോദിച്ചത്. അജാബ ദാരിസു, ആ ഒരു ചോദ്യത്തിന് വിദ്യാർത്ഥി ഉത്തരം പറഞ്ഞു എന്നാണ്. അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. നഅം അൻത തഖൂമു ബിറിയാദത്തിൽ ബദനിയ കുല്ല യൗം, അതെ നീ എല്ലാ ദിവസവും ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നു. ഇല്ല അൻത തഖൂമു ബിറിയാദത്തിൽ ബദനിയ കുല്ല യൗം, ഇല്ല നീ എല്ലാ ദിവസവും ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നില്ല. ഓപ്ഷൻ സി നോക്കൂ. നാം അതെ. അന അഖൂമു ബിറിയാദത്തിൽ ബദനിയ കുല്ല യൗം, അതെ ഞാൻ എല്ലാ ദിവസവും ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. ലാ അന അഖൂമു ബിറിയാദത്തിൽ ബദനിയ കുല്ല യൗം, ഇല്ല അന അഖൂമു ബിറിയാദത്തിൽ ബദനിയ കുല്ല യൗം, എല്ലാ ദിവസവും ഞാൻ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. അതേ ഞാൻ എല്ലാ ദിവസവും എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്റ അൽ ഫിഖറത്ത താലിയ വ അജിബ് അനിൽ അസ്ഇലത്തിൻ തഹ്തഹ മിന റാബിഇ ഇല സാദിസ്. എന്താണ്? താഴെ കൊടുത്ത ഒരു പാരഗ്രാഫ് വായിച്ചുകൊണ്ട് അതിന് താഴെ കൊടുത്ത 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. വഫി അഹദിൽ അയ്യാം, ഒരു ദിവസം സഖത്ത ജാസിർ വീണു അലൽ അർലി ഇൻദമാ യൽഅബു മഅൽ അസ്ദിഖാഇ, അവൻ്റെ കൂട്ടുകാരോട് കൂടെ കളിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൻ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക്, അതായത് താഴെ വീണു എന്നാണ്. അങ്ങനെ വൻകസറത്ത് റിജുൽഹു, അവൻ്റെ കാല് ഇൻകസറ പൊട്ടിപ്പോവുക കേട്ടോ. അങ്ങനെ ഫലഹബ ബിഹി വാലിദുഹു ഇലൽ മുസ്തഷ്ഫ, അവനെയും കൊണ്ട് അവൻ്റെ പിതാവ് ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഫഹസഹു ത്വബീബു, ഡോക്ടർ അവനെ പരിശോധിച്ചു. വഖാലിലി വാലിദിഹി, എന്നിട്ട് അവൻ്റെ പിതാവിനോട് പറയാണ്, ഇന്നഹു യഹ്താജ് ഇലാ അമലിയത്തിൻ ജിറാഹിയ, അവന് ഓപ്പറേഷൻ ആവശ്യമാണ് എന്ന് അവൻ്റെ പിതാവിനോട് ഡോക്ടർ പറഞ്ഞു. ഫതഹയ്യറുൽ വാലിദു, ഇത് കേട്ട സമയത്ത് പിതാവ് പരിഭ്രാന്തനായി. വസ്വാറ ഖലിക്കൻ, അദ്ദേഹം അസ്വസ്ഥനായി തീർന്നു. ഖാല ലിസൗജതിഹി, എന്നിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അൽ അമലിയത്തു തഹ്താജ് ഇലാ മാലിൻ കസീറിൻ, ഓപ്പറേഷൻ എന്താണ്? ധാരാളം ധനം, ധാരാളം പണം ആവശ്യമാണ്. കൈഫ നജ്മു ഹാദൽ മബ്ല, ഈ ഒരു തുക നമ്മൾ എങ്ങനെയാണ് ശേഖരിക്കുക എന്നാണ് ആ ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അഥവാ ജാസിറിൻ്റെ ഉമ്മയോട് പറയുന്നത് കേട്ടോ. അങ്ങനെ കാലത്തി സൗജത്തു, ഇത് കേട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ്, യാ അസീസി, അല്ലയോ പ്രിയപ്പെട്ടവനെ, ലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കരുത്. നബിയു അഖദി ഹാദ, നമുക്ക് എൻ്റെ ഒരു മാല അതെന്ത് ചെയ്യാം? വിൽക്കാം എന്നാണ് പറയുന്നത്. അസ്ര അൽ വാലിദു ബിൽ അഖദി ഇലൽ മുജൗഹറാത്ത്, അങ്ങനെ അവൻ്റെ ഉമ്മ ഊരിക്കൊടുത്ത മാലയും കൊണ്ട് ആ പിതാവ് വേഗത്തിൽ എങ്ങോട്ട് പോയി? ജ്വല്ലറിയിലേക്ക് പോയി എന്നാണ്. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ്. ഇനി ആ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾ നോക്കൂ. കൈഫ ജമ അൽ മാലു ലിൽ അമലിയത്തിൽ ജിറാഹിയ എന്നാണ് വേണ്ടത് കേട്ടോ. അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഓപ്പറേഷന് വേണ്ട പണം അവർ ശേഖരിച്ചത് എന്നാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ നോക്കൂ. തഹയ്യറുൽ വാലിദു വസ്വാറ ഖലിക്കൻ, പിതാവ് അസ്വസ്ഥനായി അല്ലെ, അദ്ദേഹം എന്താണ് പരിഭ്രാന്തനായി, അങ്ങനെ അദ്ദേഹം അസ്വസ്ഥനായി തീർന്നു എന്നാണ്. ഇഷ്തറൽ ഇഖ്ദ മിനൽ മുജൗഹറാത്തി, ഇഷ്തറൽ ഇഖ്ദ, മാല വാങ്ങിച്ചു. മിനൽ മുജൗഹറാത്തി, ജ്വല്ലറിയിൽ നിന്നും. ബാ അൽ ഇഖ്ദ ഫിൽ മുജൗഹറാത്തി, ജ്വല്ലറിയിൽ മാല വിറ്റു. അൽ അമലിയത്തു തഹ്താജ് ഇലാ മാലിൻ കസീറിൻ, ഓപ്പറേഷന് ധാരാളം പണം ആവശ്യമാണ് എന്നാണ്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ.
ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. കൈഫ ഇൻകിസറത്ത് റിജുലു ജാസിർ. ജാസിറിൻ്റെ കാൽ എങ്ങനെയാണ് പൊട്ടിയത് എന്നാണ് ചോദ്യം. എന്താണ് ഓപ്ഷൻസ് നോക്കൂ. സഖത്ത അലൽ അർളി, അവൻ എന്ത് ചെയ്തു, താഴെ വീണു, ഭൂമിയിൽ വീണു. ലാബമ അൽ അസ്തിക, ഈ കൂട്ടുകാരോടൊപ്പം കളിച്ചു. ദഹബ ഇൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക് പോയി. ഫഹസ്വ തൊബീബു, ഡോക്ടർ പരിശോധിച്ചു. എങ്ങനെയാണ് സഖത്ത അലൽ അർളി, അല്ലെ ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. വീണപ്പോഴാണ് അവൻ്റെ കാലെന്ത് ചെയ്തത്, മുറിഞ്ഞു പോയത് എന്നാണ്. അൽ മക്കാനുല്ലദി തജ്രി ഫിഹി അൽ അമലിയത്തുൽ ജിറാഹിയ, എന്താണ് ഓപ്പറേഷൻ നടക്കുന്നത് ആ ഒരു സ്ഥലം എവിടെയാണ് എന്നാണ്. അൽ മക്കാൻ സ്ഥലം, അല്ലദി തജ്രി ഫിഹി അവിടെയാണ് നടക്കുന്നത്, അൽ അമലിയത്തുൽ ജിറാഹിയ ഓപ്പറേഷൻ എന്നാണ്. അസ്വൈദലിയ, ഓപ്ഷൻസ് നോക്കൂ. സ്വൈദലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാർമസിയാണ്. അൽ മുസ്തഷ്ഫ ഹോസ്പിറ്റൽ, അൽ മുജൗഹറാത്ത് ജ്വല്ലറി, സയ്യാറത്തുൽ ഇസ്ആഫ് ആംബുലൻസ്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി ആണ് അല്ലേ. അൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഓപ്പറേഷൻ നടക്കാറുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തർ തൊക്കമ സ്വഹീഹ മിനൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ശരിയായിട്ടുള്ള സെറ്റ് തിരഞ്ഞെടുക്കുവാനാണ് കേട്ടോ. ഏതാണ് അതിൽ ശരിയായിട്ടുള്ള സെറ്റ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുവാനാണ്. ഓപ്ഷൻ എ നോക്കൂ. സവാക്ക് അൽ ഹിസാബ്, എന്താണ് സവാക്ക് എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. അൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്കൗണ്ടൻ്റ് ആണ് കേട്ടോ, അക്കൗണ്ടിങ് ആണ്, കണക്കുകൾ, അക്കൗണ്ടിങ്. പിന്നെ അത്തൊബീബ് ഡോക്ടർ. അൽ മബാനി, മബാനി എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളാണ്. അൽ മുഹന്ദിസ് എൻജിനീയർ. അൽ മലാബിസ് വസ്ത്രങ്ങൾ. അത്തൊബാഹ്, തൊബാഹ് എന്ന് പറഞ്ഞാൽ കുക്കാണ്, ഫുഡ് ഉണ്ടാക്കുന്ന ആൾ. അത്വാമ് ഭക്ഷണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള സെറ്റ് എന്നുള്ളത്. ഏതാണ്, ഓപ്ഷൻ ഡി ആണല്ലേ. ബാക്കിയുള്ള ഓപ്ഷൻസുകൾ എന്താണ് തെറ്റായി പോയിട്ടുള്ളതെന്ന് നോക്കൂ. ഡ്രൈവർ, അദ്ദേഹം എല്ലാ കണക്കുകൾ നോക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പണി എന്താണ്, വണ്ടി ഓടിക്കുകയാണ് അല്ലേ. ഡോക്ടറുടെ ജോലിയാണോ കെട്ടിടം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതുപോലെ എൻജിനീയർ ആണോ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ല. അപ്പോൾ അതിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ആരാണ്, കുക്കാണ്. അപ്പോൾ അതാണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കൂ. യഖ്തർ മിനൽ ആത്തിയ ജുംലത്തൻ സ്വഹീഹ, താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസ് തിരഞ്ഞെടുക്കുവാനാണ്. അവിടെ 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ഒന്ന് ശരിയാണ്, അത് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുവാനാണ് ചോദ്യം. കാനത്തി ദിഹ്ലത്തു ദിറാസിയ മുംതിഅതൻ, അതായത് പഠനയാത്ര അതെന്തായിരുന്നു, നല്ല ആസ്വാദികരമായിരുന്നു. കാന റിഹ്ലത്തു ദിറാസിയത്തു മുംതിഅതൻ, കാന റിഹ്ലത്തു ദിറാസിയത്തു മുംതിഅൻ, കാനത്തി റിഹ്ലത്തു ദിറാസിയത്തു മുംതിഅത്തുൻ. അപ്പോൾ ഇതിന് അർത്ഥമൊക്കെ എല്ലാത്തിൻ്റെയും ഒന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ ഗ്രാമർ നോക്കുന്ന സമയത്ത് കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ശരിയുത്തരം എന്ന് ടീച്ചർ ആദ്യം പറഞ്ഞുതരാൻ നോക്കൂ. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. കാനത്തി റിഹ്ലത്തു ദിറാസിയത്തു മുംതിഅതൻ എന്നുള്ളത്. കാരണം കാനയുടെ ഇസ്മാണ് റിഹ്ലത്തു ദിറാസിയ എന്ന് പറയുന്നത്. കാനയുടെ ഇസ്മായിട്ട് വരുന്നതാണ് ഏത്, പഠനയാത്ര അല്ലെ, റിഹ്ലത്തു ദിറാസിയ. അപ്പം നിങ്ങൾ നോക്കൂ, റിഹ്ലത്തു ദിറാസിയത്തു, അവിടെ എന്താണ്, റിഹ്ലത്ത് എന്നുള്ളതിന് ലൊമ്മാണ് വന്നിട്ടുള്ളത് അല്ലെ, റഫ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ കാനയുടെ ഖബർ അഥവാ കാനയുടെ രണ്ടാമത് വരുന്ന ഇസ്മിന് എന്തായിരിക്കണം, നെസ്ബായിരിക്കണം അല്ലെ. മുംതിഅതൻ കണ്ടില്ലേ, അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഫതഹാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ നോക്കിയാൽ മതി. രണ്ടാമത്തിൽ എന്താണ് തെറ്റ്, കാന എന്ന് പറയുന്നത് അവിടെ എന്താണ്, റിഹ്ലത്ത് മുഅന്നസ് ആണ്. അതുകൊണ്ട് തന്നെ കാന അവിടെ എന്താവണമായിരുന്നു, മുഅന്നസ് ആവണമായിരുന്നു അല്ലെ, കാനത്ത് എന്നാണ് പറയേണ്ടത്. മൂന്നാമത്തത് എന്തുകൊണ്ടാണ് തെറ്റിയിട്ടുള്ളത് നോക്കൂ. കാന റിഹിലത്തു, അവിടെ എന്താണ്, കാനത്ത് എന്ന് വേണം. അതുപോലെ തന്നെ റിഹിലത്തു ദിറാസിയത്തു എന്നുള്ളത് എന്താണ്, മുഅന്നസാണ്. അപ്പോൾ അവിടെ മുംതിഅതൻ എന്ന് തന്നെ പറയണം. അവിടെ മുംതിഅൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, അതെന്താണ്, പുല്ലിംഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതിലാണ് എങ്കിൽ കാനത്തി റിഹിലത്തു ദിറാസിയത്തു, അതുവരെയുള്ള ഭാഗം ശരിയാണ്. പക്ഷേ മുംതിഅതൻ എന്നായിരുന്നു വേണ്ടത്, അവിടെ മുംതിഅത്തുൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തർ ഷാദ മിനൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. ബൈത്തുൻ, കൂഹുൻ, ദാറുൻ, മൻസിലുൻ. എന്താണെന്ന് നോക്കൂ. ബൈത്ത് വീട്, കൂഹ് കുടില്, ദാറ് മൻസിൽ എല്ലാം എന്താണ്, വീട് എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഇതിലേതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത്, ഓപ്ഷൻ ബി ആണ്, കൂഹുൻ എന്നുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം വീട് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന സമാന പദങ്ങളാണ് അല്ലെ. അതിൽ കൂഹാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത്. 10ാമത്തെ ചോദ്യം നോക്കൂ. ഖാലൽ അഹു,
സഹോദരൻ പറഞ്ഞു, അസ്തിമാറു വൽ ഖലറവാത്തു, എന്താണ്, പഴങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും, ഡേഷ് തഅ്കുൽഹു, നീ തിന്നുന്ന പഴങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ തഖ്റുജ് മിൻ ഹാദ തുറാബി, ഈ മണ്ണിൽ നിന്നും പുറത്തു വരുന്നതാണ്, ഈ മണ്ണിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ്. അപ്പോൾ അവിടെ അസ്മാഉൽ മൗസൂൽ, ഇസ്മു മൗസൂലുകൾ കൊടുത്തിട്ടുണ്ട്. അല്ലദി, അല്ലത്തി, അല്ലാത്തി, അല്ലദീന. ഇതിലേതായിരിക്കും അവിടെ ശരിയായി വരുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അസിമാറു വൽ ഖലറവാത്തു, പഴങ്ങളും പച്ചക്കറികളും, അല്ല എന്താണ്, അല്ലത്തി തഅ്കുൽഹു എന്നാണ് വരിക. നീ തിന്നുന്ന പഴങ്ങളും പച്ചക്കറികളും എന്താണ്, തഖ്റുജ് മിൻ ഹാദ തുറാബ് എന്നാണ്. അപ്പോൾ അവിടെ അല്ലത്തി എന്നാണ് വരേണ്ടത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ 11ാമത്തെ ചോദ്യം നോക്കൂ. കാലൽ വാലിദു, പിതാവ് പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ മകനെ, ലാ തഖറബ് ഡേഷ് അൽ ഹയവാനാത്തിൽ മുഫ്തരിസ, വേട്ടയാടുന്ന അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന, നമ്മെ വേട്ടയാടുന്ന മൃഗങ്ങളോട് നീ എന്ത് ചെയ്യരുത്, അടുക്കരുത് എന്നാണ്. അപ്പോൾ അവിടെ അല, ഇന്ത, മിൻ, ഫി എന്താണ്, ജെറിൻ്റെ ഹർഫുകളാണ് ശരിക്കും അല്ലേ. അപ്പോൾ അവിടെ ലാ തഖറബ്, നീ അടുക്കരുത്. അപ്പോൾ ഇവിടെ അല, ഇന്ത, മിൻ, ഫി ഏതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് എന്നാണ്. അപ്പോൾ അവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. കാരണം ഖറുബ മിൻ എന്നാണ് ഉപയോഗിക്കുക, ലാ തഖറബ് മിൻ ഉണ്ടോ, അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്, മിൻ എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പം ഞാൻ പറയാണ്, എൻ്റെ വീട് സ്കൂളിൻ്റെ അടുത്താണ്. അപ്പം നമ്മളെങ്ങനെ പറയാം, ബൈത്തി ഖരീബുൻ മിനൽ മദ്രസ, ബൈത്തി ഖരീബുൻ മിനൽ മദ്രസ എന്നാണ് പറയാം. അപ്പോൾ അവിടെ ഒരു ഖറുബ എന്നുള്ള ഫിഅൽ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ഉപയോഗിക്കൽ മിൻ എന്ന് പറയുന്ന ഹർഫാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. ഇനി 12ാമത്തെ ചോദ്യം നോക്കൂ. ഇസ്തഖ്ദിം, നീ ഉപയോഗിക്കണം, ഡേഷ് ലി ഒബൂരി ഷാരി, റോഡ് മുറിച്ച് കടക്കുവാൻ വേണ്ടിയിട്ട് നീ ഡേഷ് ഉപയോഗിക്കണം എന്നാണ്. വസ്തു ഷാരിഅ, എന്താണ് വസ്തു ഷാരിഅ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ആ ഒരു മധ്യഭാഗം. മമറൽ മുഷാത്തി, കാൽനട യാത്രക്കാർ നടക്കുന്ന ഭാഗം, നടക്കുന്ന സ്ഥലം. ഹിസാമൽ അമാനി, സ്വീറ്റ് ബെൽറ്റ്. മാബറുൽ മുഷാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീബ്ര ക്രോസിങ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ റോഡ് മുറിച്ച് കടക്കേണ്ടത്, മാബറുൽ മുഷാത്തിലൂടെയാണ് അല്ലേ. റോഡ് മുറിച്ച് കടക്കേണ്ട ആ ഒരു ക്രോസിങ് ലൈൻ ഉണ്ടല്ലോ, അതിനാണ് മാബറുൽ മുഷാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 13ാമത്തെ ചോദ്യം. ഇഖ്താറത്തി ഡേഷ് അൽ ലോത്തിൽ അറബിയ ലോത്തുഹുമുദ് റസ്മിയ, ഇഖ്താറത്തി ഡേഷ്, അതായത് തിരഞ്ഞെടുത്തു, ലോകത്തിൽ അറബിയ, അറബി ഭാഷയെ തിരഞ്ഞെടുത്തു, ലോകത്തുഹുമർ റസ്മിയ, അവരുടെ ഒഫീഷ്യൽ ഭാഷയായിക്കൊണ്ട് തിരഞ്ഞെടുത്തു എന്നാണ്. അപ്പോൾ ആരാണ് അറബി ഭാഷയെ അവരുടെ ഒഫീഷ്യൽ ഭാഷയായിക്കൊണ്ട് തിരഞ്ഞെടുത്തത് എന്നാണ് അവിടെ ചോദ്യം. അൽ വിലായത്തുൽ മുത്തഹിദത്തുൽ അമേരിക്കിയ, അതായത് അമേരിക്ക, അതുപോലെ തന്നെ ഇമാറത്തുൽ അറബിയ അൽ മുത്തഹിദ UAE ആണ്. അതുപോലെ മുനല്ലമത്ത് സിഹത്തുൽ ആലമിയ, ലോക ആരോഗ്യ സംഘടന, അൽ ഉമമുൽ മുത്തഹിദ, ഐക്യരാഷ്ട്രസഭ. ആരാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്, ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, അൽ ഉമമുൽ മുത്തഹിദയാണ്. ഇഖ്താറത്തിൽ ഉമമുൽ മുത്തഹിദ അൽ ലോകത്തുൽ അറബിയ ലോകത്തുഹുമുർ റസ്മിയ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ. ഷാഇറത്തുൻ മുആസറ തുഖറഫു ബി ഷാഇറത്തുൽ വാദി, അതായത് ഷാഇറത്തുൽ വാദി എന്നറിയപ്പെടുന്ന സമകാലിക കവിയത്രി ആരാണ് എന്നാണ്. ആരാണ് ഷാഇറത്തുൽ വാദി എന്നറിയപ്പെടുന്നത് എന്നാണ്. ഓപ്ഷൻസ് നോക്കൂ. ഈമാൻ മുഹമ്മദ് അലി, തവക്കുൽ അബ്ദുസ്സലാം, ആയിഷ അബ്ദുറഹ്മാൻ, നവാൽ മുഹന്നി. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, നവാൽ മുഹന്നിയാണ് ഷാഇറത്തുൽ വാദി എന്നറിയപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം. അൽ ഹിന്ദ് തൽഫുർ ബിൽ ഹുരിയ കിതാബിൻ അല്ലഫഹു അസ്സയ്യിദ് ഡേഷ്, അതായത് ഇന്ത്യ വിങ്സ് ഫ്രീഡം എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കൂ. ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, അബുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി. ശരിത്രമായിട്ട് വരുന്നത് ഏതാണ്? അബുൽ കലാം ആസാദ് ആണ് കേട്ടോ. അബുൽ കലാം ആസാദ് എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഏത്? ഇന്ത്യ വിങ്സ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം.
ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പൂർത്തിയാവാണ്. ആകെ 15 ചോദ്യങ്ങളാണ്. 15 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതേണ്ടതാണ്. 2024 ചോദ്യപേപ്പറാണ് ടീച്ചർ ഡിസ്കസ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം 2023 അങ്ങനെ ടീച്ചർ ഓരോ പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ കാണണം. ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും മിക്കവാറും നിങ്ങളുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് അറിയിച്ചേക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.